വയനാട് വാഗേരിയിൽ നിന്ന് പിടികൂടി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കടുവയുടെ ശസ്ത്രക്രിയ വിജയകരം. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തിയായി. കടുവയുടെ മുഖത്ത് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. ഡോക്ടർ ശ്യാം കെ വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ഉൾവനത്തിൽ കടുവകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് വയനാട്ടിൽ നിന്നും പിടികൂടിയ കടുവയുടെ മുഖത്ത് പരിക്ക് പറ്റിയത്. 8 സെന്റിമീറ്ററോളം ആഴത്തിലുള്ള മുറിവാണ് മുഖത്തുള്ളതെന്നായിരുന്നു വിലയിരുത്തൽ. മുറിവിൽ നിന്ന് രക്തം വരുന്നതും അണുബാധ പിടിപെട്ടിട്ടുണ്ടോ എന്ന സംശയവുമാണ് കടുവയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള കാരണം. വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ ശ്യാം കെ വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. 3 മണിക്കൂർ സമയമെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. മുഖത്തെ മുറിവ് തുന്നിക്കെട്ടി. ഇനി 7 ദിവസത്തോളം കടുവയെ നിരീക്ഷണത്തിൽ വയ്ക്കും. അണുബാധ ഏൽക്കാത്ത തരത്തിലായിരിക്കും പരിചരണം. വാഗേരിയിൽ നിന്ന് പിടിയിലായതിനു ശേഷം കടുവ കാര്യമായി ഭക്ഷണം എടുത്തിരുന്നില്ല. എന്നാൽ പുത്തൂരിലെത്തിച്ച ശേഷം ചെറിയ തോതിൽ വെള്ളവും ഭക്ഷണവും കഴിച്ചു തുടങ്ങിയത് ആരോഗ്യസ്ഥിതിക്ക് പ്രത്യാശ നൽകുന്നതാണെന്ന് സുവോളജിക്കൽ പാർക്ക് അധികൃതർ പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ.